നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. IS-ലെ മലയാളികൾ കേന്ദ്രത്തിനെതിരെ ആയുധമാക്കാൻ ശ്രമം. അഫ്ഗാനിസ്ഥാനിലെ 4 മലയാളികൾ IS-ൽ ചേർന്ന് വീട്ടുതടങ്കലിൽ. ഇവരെ വെച്ച് രാഷ്ട്രീയ കളി നടത്താൻ മാധ്യമങ്ങളും ഒരു വിഭാഗവും ശ്രമം തുടങ്ങി. ഇതിന്റെ ഭാഗമായാണ് ഇവർക്ക് വേണ്ടി സഹതാപമുയർത്താനുള്ള ശ്രമം തുടരുന്നത്. IS-ൽ ചേർന്ന മലയാളി യുവതികളുടെ ഭർത്താക്കന്മാർ വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇവർ 4 പേരും ഇപ്പോൾ IS ആശയങ്ങളുമായി കഴിയുകയാണ്. ഇവർ തീവ്രമായി മാറിയിട്ടുണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. അതിനാൽ ഇവർ ഏത് രാജ്യത്താണോ ഉള്ളത് അവിടുത്തെ നിയമമനുസരിച്ച് വിചാരണ നേരിടട്ടെ എന്ന നിലപാടിലാണ് കേന്ദ്രം. എന്നാൽ ഈ നിലപാട് ക്രൂരമാണ് എന്ന നിലപാടിലാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ. ഇവരെ മടക്കിക്കൊണ്ടുവരണമെന്ന തീവ്ര നിലപാടും കേന്ദ്രത്തിനെതിരെ എറിയാനൊരു ആയുധവും ലഭിച്ച സന്തോഷം മാധ്യമങ്ങൾക്കുണ്ട്. കേന്ദ്രത്തിനെതിരെ ഇത്തരമൊരു നീക്കം മാധ്യമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇവരെ മടക്കിക്കൊണ്ടുവരാനുള്ള ആദ്യ ശ്രമം കേന്ദ്രവും രഹസ്യാന്വേഷണ ഏജൻസികളും നടത്തിയിരുന്നു. എന്നാൽ ഇവരുമായി NIA ഉദ്യോഗസ്ഥർ സംസാരിച്ചതോടെ ഇവർ തീവ്രവാദം വെടിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. ഇവർ അങ്ങേയറ്റം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഫ്രാൻസിന്റെ മാതൃക സ്വീകരിച്ചിരിക്കുകയാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. അഫ്ഗാൻ നിയമപ്രകാരം ഇവരെ വിചാരണ ചെയ്യട്ടെ എന്ന നിലപാടിലാണ് കേന്ദ്രം. ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം ഇവർക്ക് ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇറാൻ വഴി 2016-ലാണ് ഇവർ അഫ്ഗാനിസ്ഥാനിലെത്തിയത്. IS-ന്റെ അഫ്ഗാൻ ഖൊറാസാൻ യൂണിറ്റ് ക്ഷയിച്ചുവെന്നാണ് UN രക്ഷാസമിതി വിലയിരുത്തൽ. ഷഹാബ് അൽ മുജാഹിർ എന്ന ഭീകരനാണ് IS-ന്റെ അഫ്ഗാൻ നേതൃത്വം കൈകാര്യം ചെയ്യുന്നത്. ഇദ്ദേഹമാണ് റിക്രൂട്ട്മെന്റ് ഏജൻസി വഴി യുവതിയുവാക്കളെ IS-ൽ എത്തിക്കുന്നത്. ടെലഗ്രാം വഴിയാണ് ഭീകരവാദം പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹം നേതൃത്വം നൽകുന്നത്. ഷഹാബ് അൽ മുജാഹിർ നേതൃത്വം ഏറ്റെടുത്തതോടെ IS അഫ്ഗാനിൽ കരുത്താർജിച്ചു എന്നാണ് അഫ്ഗാൻ അന്വേഷണ ഏജൻസികൾ പറയുന്നത്.